വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 2021 ശേഷം വാക്സിൻ എടുത്തിട്ടും 22 പേർ മരണപ്പെട്ടുവെന്ന് കണക്ക്. വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയോ? കൊല്ലത്ത് പേവിഷബാധയേറ്റ 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ ആഞ്ഞടിച്ച് സാന്ദ്ര തോമസ്. മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗൂഢനീക്കത്തിന് കൂട്ടുനിൽക്കരുത്, സിനിമാ വ്യവസായത്തെ ഒറ്റിക്കൊടുക്കരുതെന്നും FB പോസ്റ്റ്. സിനിമാ സംഘടനകളുടേത് കുറ്റകരമായ മൗനമെന്നും വിമർശനം. സാന്ദ്ര തോമസിന് പിന്തുണയുമായി സംവിധായകൻ വിനയൻ. ഷൈൻ എൻ്റെയും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഷൈനും അമ്മയും വന്നിട്ട്, അമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ അനിയനും വന്നു. അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്തു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അഡിക്റ്റാണ്, എനിക്കൊന്ന് തിരിച്ചു വരാൻ ഒരവസരം. അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമെന്ന് ചോദിച്ചു. ലഹരി ഉപയോഗിച്ചെന്ന് ഷൈൻ ടോം ചാക്കോ കുറ്റസമ്മതം നടത്തിയെന്ന് സിബി മലയിൽ. പലർക്കും ലഹരി ഉപയോഗം നിർത്താനാവാത്തത് മലയാള സിനിമയിലെ ചില കൂട്ടുകെട്ടുകൾ കൊണ്ട്. തിരുത്താൻ തയ്യാറുള്ളവരെ ചേർത്ത് പിടിക്കുമെന്നും ഫെഫ്ക പ്രസിഡന്റ് ന്യൂസ് 18 Q8-നെ. തമിഴ്നാട്ടിലെ തിരുവാവൂരിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. മരണപ്പെട്ടത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശികൾ. അപകടം വേളാങ്കണ്ണി തീർത്ഥാടന യാത്രയ്ക്കിടെ. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും പാകിസ്ഥാൻ. 8 സെക്ടറുകളിൽ വെടിയുതിർത്തു. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ബൈസരൻവാലിയിൽ പുതിയതായി കട തുടങ്ങിയ ആളെ NIA ചോദ്യം ചെയ്യുന്നു. കട തുടങ്ങിയത് ആക്രമണത്തിന് 15 ദിവസം മുമ്പ്. വേടന് പിന്തുണയുമായി CPM. വേടനെ കേരളം സംരക്ഷിക്കുമെന്ന് MV ഗോവിന്ദൻ. വേടൻ ഇടത് ആഭിമുഖ്യമുള്ള കലാകാരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി.